എങ്ങനെയാ ഞാൻ ഇവരെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഡോക്ടറെ. അമ്പലത്തിൽ പോകുന്നതൊക്കെ പിന്നെയും പോട്ടെന്ന് വയ്ക്കാം. ഇതിപ്പോ ഇന്ന് തന്നെ എത്ര കാശ് ഇതിനു വേണ്ടി ചെലവാക്കിയെന്നറിയോ? നിമിഷ, സൊസൈറ്റിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവര് പ്രാർത്ഥിക്കട്ടെന്നേ. ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ചോയ്സ് കാണും. അതിപ്പോ നിങ്ങളെ രണ്ടാളുടെയും പീസിനെ ബാധിക്കുന്നൊന്നും കണ്ടാൽ മാത്രം ഒരല്പം അവിടെ നിന്ന് വാക്ക് അവേ. നമുക്കിപ്പോ വളരെ അത്യാവശ്യം വേണ്ടത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. പക്ഷെ ചിലപ്പോഴൊക്കെ കയ്യിൽ നിന്ന് പോകും ഡോക്ടറെ. ഇന്ന് തന്നെ ഒരുപാട് നേർച്ചയും പൂജയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുത്തിയുള്ള ഓരോ സംസാരമൊക്കെ എന്തായാലും ഉണ്ടാവും. ഇവിടെ വരുന്ന എല്ലാ കപ്പിൾസും പറയാറുള്ള കാര്യമാണ് ഈ മെന്റൽ ടോർച്ചർ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ നോക്കിയാൽ പോരെ. ഇതിപ്പോൾ അവരൊരു പ്രൊജക്ടർ വെച്ച് കാണിച്ചു കൊടുത്താലും ചിലപ്പം ഇതൊക്കെ തന്നെയായിരിക്കും കാര്യം. നമുക്ക് എന്ത് ചെയ്യാന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാടോ, അല്ലേ അരുൺ? ഞാൻ പറയാം ഡോക്ടർ, ഇത് എത്ര മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ. ലുക്ക്, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ്. പിന്നെ അമ്മയുടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്ക്. മേ ബി ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. അവർക്കൊരു ന്യൂ ഇൻഫർമേഷൻ ആയിക്കോട്ടെ. ഞങ്ങളും അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു ഡോക്ടർ. റിമെമ്പർ, റൈറ്റ് നൗ ഗുഡ് ഫുഡ് ആൻഡ് ഗുഡ് റെസ്റ്റ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓർമ്മയുണ്ട് ഡോക്ടറെ. പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്. കൂടെ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരിങ്ങനെ പറയുമ്പോൾ. ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നിങ്ങളോട് ഒന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പ്രഗ്നൻസിയെ കുറിച്ച് വളരെയധികം അന്ധവിശ്വാസങ്ങളുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. ഇതിനകത്തുനിന്ന് ഈ പേരും പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കുന്നവരും ഇതിനൊരു ബിസിനസ് ആക്കുന്നവരും നിറയെ ഉണ്ട് തന്നെ. നിങ്ങളെ പോലുള്ളവരിലൂടെ നമുക്ക് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാന്നേ. മനസ്സിലായി ഡോക്ടർ. അരുൺ, നിമിഷ, ബി പോസിറ്റീവ് ആൻഡ് ഹാപ്പി. ഞാനും ബ്ലിസ്സും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എന്ത് സംശയം തോന്നിയാലും എപ്പോഴാണെങ്കിലും വിളിക്കുക. ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ബ്ലിസ് കൂടെ ഉണ്ടല്ലോ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. ഇനി ബ്ലിസ്സിൽ കാണാം. ബൈ ബൈ.